ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായിച്ചു കളയണമേ. ദൈവത്തിൻ്റെ നാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. മാർത്തോമാ സഭയുടെ UK, യൂറോപ്പ്, ആഫ്രിക്ക ഭദ്രാസനത്തിന്റെ വോളണ്ടറി ഇവാഞ്ചലിസ്റ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ 50 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഓൺലൈൻ മെഡിറ്റേഷൻ ആരംഭിക്കുന്നു എന്നറിയുന്നതിൽ അതിയായ സന്തോഷം. ഒരു മാസം 15-ാം തീയതി നമ്മൾ ഒരു വലിയ നോമ്പിന്റെ ദിനങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നു മുതൽ ആരംഭിക്കുന്നതായിട്ടുള്ള ഈ നോമ്പ് ധ്യാനവും പ്രാർത്ഥനകളും സഭയുടെ വിവിധ ആരാധനാ ക്രമീകരണങ്ങളും ഒക്കെയും നമ്മെ കൂടുതൽ ദൈവാത്മകമായി വളർത്തുന്നതിന് മുഖാന്തരമായി തീരട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. വാക്കിംഗ് വിത്ത് ജീസസ് ടു ദ ക്രോസ് എന്നുള്ളതാണല്ലോ നമ്മുടെ ഈ ദിവസങ്ങളിലെ നോമ്പിന്റെ ധ്യാനമായിട്ട് നാം വേർതിരിച്ചിരിക്കുന്നത്. എന്താണ് ഈ നോമ്പിലൂടെ ക്രിസ്തുവിനോടൊപ്പം നമ്മൾ യാത്ര ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകേണ്ടത്? നോമ്പിനെ പറ്റി സാധാരണ പറയുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ വർജിക്കുന്നതിനെ പറ്റി നമ്മൾ ഓർക്കാറുണ്ട്. ചില കാര്യങ്ങൾ വേണ്ട, അല്ലെങ്കിൽ ഭക്ഷണ കാര്യങ്ങളിൽ ചില ക്രമീകരണങ്ങൾ വരുത്തുക, ഇതൊക്കെയാണ് നോമ്പിൽ പ്രധാനമായും നമ്മുടെ മനസ്സിൽ വരുന്നതായിട്ടുള്ള ചിന്തകൾ. എന്നാൽ നോമ്പെന്ന് പറയുന്നത് ചില കാര്യങ്ങളുടെ വർജനം മാത്രമല്ല, അല്ലെങ്കിൽ ചില ഭക്ഷണ ക്രമീകരണങ്ങൾ കുറച്ച് ദിവസത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമല്ല. അതിലൂടെ എന്താണ് സാധ്യമായി തീരേണ്ടത്? അതിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ തന്നെ പുതുക്കവും രൂപാന്തരവും സാധ്യമായി തീരണം. വർജനത്തിലൂടെ ചില മൂല്യങ്ങളുടെ ആർജവം സാധ്യമായി തീരണം. ആ ഒരു ആർജനം നമുക്ക് ചിലത് നേടിയെടുക്കുന്നതിനുള്ള അവസരം സാധ്യമായി തീരണം. അഹങ്കാരത്തിൽ നിന്ന് നമ്മെ വിനയത്തിലേക്ക് നയിക്കണം. സ്വാർത്ഥതയിൽ നിന്ന് പങ്കുവയ്ക്കലിന്റെ ജീവിതശൈലിയിലേക്ക് നയിക്കണം. ഭക്ഷണം നമ്മൾ കുറയ്ക്കുമ്പോൾ ദയ നമ്മിൽ വർദ്ധിച്ചു വരണം. ശാരീരികമായിട്ടുള്ള നമ്മൾ ഏർപ്പെടുത്തുന്ന ശിക്ഷണം അത് മനസ്സിന്റെ ശുദ്ധീകരണത്തിന് മുഖാന്തരമായി ഭവിക്കണം. നാവിന്മേൽ നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ അത് നമ്മുടെ നാവിനെ നമ്മൾ മിതമാക്കുമ്പോൾ, വാക്കുകളെ നിയന്ത്രണ വിധേയമാക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തെ കൂടുതൽ വിശാലമാക്കണം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായത്തിൽ പ്രവാചകൻ ഓർപ്പിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിലുള്ള നോമ്പ് ആചരണം എന്ന് ഓർപ്പിക്കുന്നത്. അതുപോലെ വിശുദ്ധ വേദപുസ്തക ഭാഗങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്നതായിട്ടുള്ള നോമ്പ് എന്താണ്? അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, പീഡിതരെ വിമോചിപ്പിക്കുക, എല്ലാവിധമായിട്ടുള്ള നുഖത്തിന്റെ കയറുകളെയും അറുത്തു കളയുക. അങ്ങനെ നോമ്പിലൂടെ സംഭവിക്കുന്നതായിട്ടുള്ള നോവിന്റെ അനുഭവങ്ങൾ നമ്മെ ഒരു പുതിയ സൃഷ്ടിയായി രൂപാന്തരത്തിലേക്ക് നയിക്കുന്നു. നമ്മൾ സ്വയം വെടിയുന്നതായിട്ടുള്ള അവസരത്തിൽ കൂടുതൽ നമ്മൾ ദൈവത്തെ കൂടുതലായി സ്നേഹിപ്പാനും ദൈവേഷ്ടം ചെയ്യുവാനുമായിട്ട് ഒരുക്കപ്പെടുന്ന പുതിയ മനുഷ്യരായി, പുതിയ ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം അത് നമ്മളെ ശക്തീകരിക്കുന്നു എന്നുള്ളത് ആശംസിക്കും. സാധാരണ നോമ്പിന്റെ ദിവസങ്ങളിൽ ആദ്യത്തെ ദിവസത്തെ ധ്യാനം കാനാവിൽ 3-ാം നാൾ കാനാവിലെ കല്യാണത്തിൽ വിരുതിൽ കർത്താവ് പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്നതായിട്ടുള്ള സംഭവമാണ്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന് 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു. തന്റെ മഹത്വം വെളിപ്പെടുത്തി അവരുടെ ശിഷ്യന്മാർ അവരിൽ വിശ്വസിച്ചു. നോമ്പ് എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ തീമിനോട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഇറ്റ്സ് എ ജേർണി. അത് നമുക്ക് ക്രൂശ് വരെയും ഉള്ളതായ ഒരു യാത്രയാണ്. ജേർണിങ് വിത്ത് ക്രൈസ്റ്റ്. അവിടെ നമ്മൾ ഈ നോമ്പിലെ അനുഭവങ്ങളിൽ ഈ കാനാവിലെ കല്യാണത്തിന്റെ ആദ്യത്തെ ഈ അടയാളം അത് തുടരുന്ന ഒരു യാത്രയിലേക്കാണ്. ആദ്യം തന്റെ മഹത്വം വെളിപ്പെടുത്തുകയുള്ള അവസരം, തുടർന്ന് തന്റെ മഹത്വം പൂർണ്ണമായി വെളിപ്പെടുന്നത് കാൽവറി ക്രൂശിലാണ്. അതുകൊണ്ട് കാൽവറി ക്രൂശ് വരെയും യേശുവിനോടൊപ്പം ദൈവമഹത്വം ദർശിക്കുന്നവരായി തീരുന്നതായ ഒരു യാത്രയാണ് നമുക്ക് ഈ ക്രൂശിലേക്കുള്ള യാത്ര, നോമ്പിന് ദിനങ്ങളിലൂടെയുള്ള യാത്ര. അതുകൊണ്ട് അവിടെ നമ്മൾ കാണുവാനായിട്ട് സാധിക്കുന്നത് പഴയ കൽഭരണികളിൽ ഇതാ പുതുവീഞ്ഞിന്റെ അനുഭവം, പുതിയ രൂപാന്തരത്തിന്റെ അനുഭവം. അത് നന്മയുടെയും സമൃദ്ധിയുടെയും അതുപോലെ തന്നെ പുതിയ രുചി പകരുന്നതായിട്ടുള്ള
അനുഭവങ്ങളുമാണ്. യേശുക്രിസ്തുവിലൂടെ സമർത്ഥ ജീവൻ അനുഭവിക്കുന്നതിലൂടെ അതിന്റെ ആസ്വാദനം നമുക്ക് സാധ്യമായി തീരുന്നതായിട്ടുള്ള യാത്ര. ദൈവകൃപ നമ്മൾ അധികമായിട്ട് രുചിച്ചറിയുന്നതിനുള്ള അവസരമായി തരണം നമുക്ക് നോമ്പിന്റെ നാളുകൾ. നോമ്പിൽ ചില രുചികൾ വെടിയുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ദൈവകൃപയുടെ സമൃദ്ധമായിട്ടുള്ള രുചി അനുഭവിക്കാനായിട്ട് ദൈവം ഇടയാക്കുക. അതുകൊണ്ട് 3-ാം നാൾ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അത് കുരിശിലെ മരണവും പുനരുത്ഥാനത്തെയും സൂചിപ്പിക്കുന്നതാണ്. ശരീരത്തിന്റെ ശിക്ഷണം മാത്രമല്ല, പിന്നെയോ ആത്മാവിന്റെ നവീകരണം നമുക്ക് ഈ ദിവസങ്ങളിലൂടെ സാധ്യമായി തീരട്ടെ. ആത്മപരിശോധനയുടെ ദിനങ്ങളായി തീരട്ടെ. ആത്മപരിശോധനയിലൂടെ നമുക്ക് ജീവിതത്തിൽ രൂപാന്തരം സംഭവിക്കുന്ന വ്യക്തികളായി നമ്മുടെ കുറവുകളെ തിരിച്ചറിയുന്നതായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏർപ്പെടുത്തുന്നതായിട്ടുള്ള ചില ഭക്ഷണ ക്രമീകരണങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ ശാശ്വതമായ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുവാനും അതിനെ പിൻപറ്റുവാനുമുള്ള അവയെ ജീവിതത്തിൽ ആർജിച്ചെടുക്കുന്നതായിട്ടുള്ള അനുഭവങ്ങളായി തീരട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കും. ഈ ദിവസങ്ങളിലൂടെയൊക്കെയുള്ള നമ്മുടെ ധ്യാനത്തിൽ യേശുക്രിസ്തുവിന്റെ ആർദ്രതയുടെ മനസ്സലിവിന്റെ പ്രവർത്തനങ്ങളൊക്കെയാണ് കാണുവാനായിട്ട് സാധിക്കും. ആ വലിയ ആർദ്രതയുടെയും അനുകമ്പയുടെയും പ്രവർത്തനങ്ങൾ യേശുക്രിസ്തുവിൽ വെളിപ്പെട്ടതായിട്ടുള്ള ദൈവരാജ്യം അത് നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെട്ട് ലോകത്തിന് അനുഗ്രഹമായി തീരുവാൻ ക്രൂശിന്റെ യാത്രയിലേക്കുള്ള യാത്ര അത് മഹത്വത്തിലേക്കുള്ള യാത്രയും പുനരുത്ഥാനത്തിൽ പങ്കുചേരുന്നതായിട്ടുള്ള യാത്രയായി കൂടുതൽ സമർത്ഥമായിട്ടുള്ള ക്രിസ്ത്യ ജീവിതം നമ്മ എല്ലാവരെയും ശക്തീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.